സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹോശേയയുടെ പുസ്തകം 11-ാം അധ്യായം. ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. സൗഖ്യമാക്കിയത് അറിഞ്ഞില്ല. നടക്കാൻ പഠിപ്പിച്ചെന്ന്. എപ്പോഴാണ് നടക്കാൻ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ മക്കളെ നിങ്ങൾ നടക്കാൻ പഠിപ്പിച്ചോ, അതോ അവർ തന്നെ നടക്കുകയായിരുന്നോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾ പതിയെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് വീണു പോകുന്നത്, പിന്നെ കൈപിടിച്ച് പതിയെ എഴുന്നേൽപ്പിക്കുന്നത്, കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും വീണു പോകുന്ന സമയത്ത് അവരെ വീണ്ടും കൈപിടിച്ച് നടത്തുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ടോ? നിങ്ങളെ നടക്കുവാൻ പഠിപ്പിച്ച മാതാപിതാക്കളെ മറക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? നിങ്ങളെ നടക്കുവാൻ പഠിപ്പിച്ച ദൈവത്തെ മറന്നാൽ എങ്ങനെയാണ്? ഈ ലോകത്തിലുള്ള നമ്മുടെ പിതാവും മാതാവും നമ്മെ പിടിച്ച് വഴി നടത്താൻ പഠിപ്പിച്ചു. നമ്മുടെ സ്വർഗീയ പിതാവ് നാം പാപങ്ങളിൽ വീണു പോകാതിരിപ്പാൻ, നാം കർത്താവിനു വേണ്ടി സാക്ഷികളായി ജീവിക്കുവാൻ നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നടത്തുകയാണ്. പലപ്പോഴും നമ്മൾ പാടാറുണ്ട്, നിന്റെ കരം പിടിച്ച് എന്നെ നടത്തണമേ. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ പാട്ടിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് എന്നെ പിടിക്കുവാൻ പറയുന്നത്? എന്നെ പിടിക്കണമേ കർത്താവേ, വീണുപോകാതെ നീ എന്നെ പിടിക്കുമാറാകണം. എന്നെ നടക്കുവാൻ പഠിപ്പിക്കണമേ. ഈ പാപലോകത്തിൽ പാപത്തിൽ വീണുപോകാതെ നടക്കുവാൻ പഠിപ്പിക്കണമേ. ദൈവത്തിനും നമുക്കും ഇടയിലുള്ളതായ ബന്ധം എത്ര വലിയ ബന്ധമാണെന്നറിയാമോ? യേശുക്രിസ്തു ആലയത്തിലിരിക്കുന്ന ദൈവമല്ല, പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ദൈവമല്ല. എന്താണ്? യേശുക്രിസ്തു ചിത്രത്തിൽ വസിക്കുന്ന ദൈവമല്ല, നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമാണ്. നിന്റെ സമീപമുള്ള ദൈവമാകുന്നു അവൻ. നിന്നെ കരം പിടിക്കുന്ന ദൈവമാകുന്നു അവൻ. ഇത്ര വലിയ ദൈവം നമുക്കുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ എപ്പോഴും എന്തിനാണ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എപ്പോഴും നിരാശപ്പെടുന്നത് എന്തിനാണ്? ഓരോ കാര്യങ്ങൾക്കും കണ്ണുനീരൊഴുക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ സമീപത്തുള്ള ദൈവം നിന്നെ കാക്കുവാനിടയാകും. നീ എന്താണ് ചെയ്യേണ്ടത്? അവനോട് നിലവിളിക്കുക. അനേകം ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്, സങ്കടത്തിലായിരിക്കുകയാണ്, ദുഃഖത്തിലായിരിക്കുകയാണ്. ആരോടും പറയുവാൻ കഴിയാതെ, ഹൃദയത്തിലെ വേദന ആരോടും പങ്കുവയ്ക്കാൻ കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങളിലായിരിക്കുന്നു, വഞ്ചനയിൽ അകപ്പെടുവാനിടയായി. ഭർത്താവിനോട് ചോദിക്കാതെ ആർക്കോ കടം കൊടുത്തു പണം, ഇപ്പോൾ അത് കിട്ടുന്നില്ല. ഭർത്താവിനോട് പറഞ്ഞാൽ അത് പ്രശ്നമാകും, പറഞ്ഞില്ലെങ്കിലോ പണം കിട്ടില്ല. എന്താണ്? ആരോ പറഞ്ഞു ലവ് ആണെന്ന്, പ്രേമമാണെന്ന് പറഞ്ഞു, ആരോടൊക്കെയോ സംസാരിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, അവനുമായി ബന്ധം സ്ഥാപിക്കാനിടയായി. അങ്ങനെ ഒരു ദിവസം അവൻ വഞ്ചിച്ചിട്ട് കടന്നുകളയും. ആരോടും പറയുവാൻ കഴിയില്ല. ഇന്ന് എത്രയോ യൗവനക്കാർ തങ്ങളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നുണ്ട്. എത്രയോ സ്ത്രീകളായവർ അവരുടെ ഹൃദയം തുറന്ന് ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കുവാൻ കഴിയാതെ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാതെ അവർ നിരാശയിലാകുന്നു, തകർന്നു പോകുന്നു. എന്നാൽ നിന്റെ കരം പിടിച്ച് നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നടക്കുവാൻ പഠിപ്പിക്കുന്ന കർത്താവുണ്ട്. നീ നടക്കേണ്ടുന്ന പാതയിൽ നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവം ഉണ്ട്. ഞാനാണ് എഫ്രയീമിനെ നടക്കുവാൻ പഠിപ്പിച്ചത്. ഞാൻ എഫ്രയീമിനെ ഭുജങ്ങളിൽ എടുക്കുവാനിടയായി, അവനെ എടുക്കുവാനിടയായി എന്ന്. എന്താണ്? ഇപ്പോൾ വലിയ ഗമയാണ് നമുക്കൊക്കെ. ഇപ്പോൾ ദൂരെ നിന്നിട്ട് ഇങ്ങനെ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു അമ്മയാണെങ്കിലും തൻ്റെ കുഞ്ഞിനെ എടുക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇടയിൽ വെച്ച് എടുക്കുകയില്ല. ഇംഗ്ലണ്ടിൽ ഞാൻ കാണുവാനിടയായി, കുഞ്ഞുങ്ങളെല്ലാം ഒരു വണ്ടിയിൽ വെച്ചിട്ട് തള്ളിക്കൊണ്ട് പോവുകയാണ്. ഇംഗ്ലണ്ടിലെ കാര്യം എന്തിനാണ്? ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളെ തോളിലെടുക്കുന്ന സമയത്ത് ആ കുഞ്ഞിനും ആ മാതാവിനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സ്നേഹം വർദ്ധിക്കുകയാണ്. എന്താണ്? അവരെ കൈകൊണ്ട് തൊടാതെ കാടയെ വളർത്തുന്ന പോലെയാണ് വളർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ വളർന്നു വലുതായിട്ട് അവർ അങ്ങനെ മുമ്പോട്ട് അങ്ങോട്ട് തന്നെ പോകും, പിന്നെ ഇങ്ങോട്ട് വരില്ല. നിന്നെ അവൻ ഭുജത്തിലെടുത്ത ദൈവമാണ്. യഥാർത്ഥത്തിൽ ആശ്ലേഷത്തിൽ ലഭിക്കുന്നതായിട്ടുള്ളതായ ആ ആശ്വാസം, ആ ബലം, 1 കോടി രൂപ ലഭിച്ചാലും നമുക്ക് ആ ആശ്വാസം ലഭിക്കില്ല. അത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, അനുഭവിച്ചെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. എന്താണ്? അമ്മയുടെ മടിയിലിരിക്കുന്നതായ ആ കുഞ്ഞ്, അപ്പൻ്റെ മടിയിലിരിക്കുന്നതായ കുഞ്ഞ്, ഭർത്താവിൻ്റെ തോളിൽ കിടക്കുന്ന ഭാര്യ, ഭാര്യയുടെ തോളിൽ ചാരിയിരിക്കുന്ന ഭർത്താവ്. യഥാർത്ഥമായും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിങ്ങൾ ആശ്ലേഷിക്കുമ്പോൾ അന്യ സ്ത്രീകളുടെ ചിന്ത വരികയില്ല, പിശാചിന്റെ തന്ത്രങ്ങൾ അവിടെ ഫലിക്കില്ല. എന്നാൽ ഈ കാലത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ അത് ഇല്ല. ദയവിച്ചത് ആലിംഗനം ചെയ്യുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ചിരുന്ന്
പ്രാർത്ഥിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് ആഹാരം കഴിക്കുക. നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ സ്നേഹമുണ്ടാകും. ദൈവം നമ്മെ ഭുജത്തിൽ വഹിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മെ ആലിംഗനം ചെയ്യും. നമ്മുടെ സങ്കടമെല്ലാം അവൻ കേൾക്കും. നാം അവൻ്റെ മാറിൽ ചാഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവൻ കേൾക്കുന്ന ദൈവമാണ്. അപ്പൻ്റെ മാറിൽ കിടക്കുന്ന സമയത്ത് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തോളിൽ തട്ടുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം ആശ്വാസം ഉണ്ടാകാനിടയാകും. നിങ്ങൾ എത്ര ആളുകൾ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്? കരമുയർത്താമോ? ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകും, എന്തിനാണ് ഇങ്ങനെ കരമുയർത്തുക? എന്നാലും ഞാൻ പറയുകയാണ്, കരമുയർത്തു. കരഞ്ഞിട്ടുള്ളവർ കരമുയർത്തുക. കരച്ചിൽ ഇപ്പോൾ വരികയില്ല. ഈ അന്ത്യകാലത്ത് കണ്ണുനീർ വരികയില്ല. കണ്ണ് ഉണങ്ങിപ്പോയിരിക്കുന്നു, ഹൃദയം ഉണങ്ങിപ്പോയിരിക്കുന്നു. എങ്ങനെ കണ്ണുനീർ വരും? കുറച്ചുപേർ കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കരയുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് കരയണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു എന്ന് വിചാരിക്കൂ. കരയണ്ട മോനെ എന്ന് നിങ്ങളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണെങ്കിൽ എന്ത് തോന്നും? കരയണ്ട മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണെങ്കിൽ എന്ത് തോന്നും? അബ്ബബബ ഹാ. അപ്പോൾ എങ്ങനെയായിരിക്കും? ആ കണ്ണുനീരെല്ലാം, ആ സങ്കടമെല്ലാം തീർന്നു പോകുവാനിടയാകും. നമ്മുടെ യേശു നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. എത്രയോ തവണ വചനത്തിൽ പറയുന്നു, നിങ്ങൾ കരയരുത്, കരയരുത്. മകളെ, നീ എന്തിനാണ് കരയുന്നത്? എന്താണ്? നാം കരഞ്ഞാൽ അവനും കരയുന്ന ദൈവമാണ്. ലാസർ മരിച്ച സമയത്ത് എല്ലാവരും കണ്ണുനീരൊഴുക്കിയപ്പോൾ യേശുവും കണ്ണുനീരൊഴുക്കി. എല്ലാവരും വെറുതെ കരയുകയാണ് ചെയ്യാറുള്ളത്. സാധാരണ മരിച്ചു വീട്ടിൽ ചെന്നാൽ നാം കണ്ണുനീർ വന്നില്ലെങ്കിലും വെറുതെ കള്ളക്കരച്ചിലാണെങ്കിലും കരയും. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ കരയും, എനിക്കെന്തു ചെയ്യാമെന്ന് പറഞ്ഞ് കരയും. എന്നാൽ യേശു ഇവിടെ കരഞ്ഞു. അവനറിയാം ലാസറിനെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്ന്, അവനെ ജീവിപ്പിക്കുവാൻ പോവുകയാണ്. ലാസർ മരിച്ചതിനെ കുറിച്ചല്ല യേശു കരഞ്ഞത്. അവൻ എന്തിനാണ് കരഞ്ഞത്? അവനെ സ്നേഹിക്കുന്ന ആളുകൾ കരയുന്നത് കണ്ടിട്ട് അവന്റെ ഹൃദയം വേദനിച്ച് കരയുകയായിരുന്നു. നിന്റെ കണ്ണുനീരിനെ മനസ്സിലാക്കുന്ന ദൈവമാണവൻ. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നതായ ദൈവമാണവൻ. നിന്റെ കണ്ണുനീർ അവൻ തുടയ്ക്കും. കരയരുത്. ഞാൻ നിന്നെ ഭുജത്തിൽ വഹിക്കുന്നവനാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. എത്രയോ തവണ ഞാൻ നിങ്ങളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് എത്രമാത്രം രോഗങ്ങൾ വന്നിട്ടുണ്ടെന്ന്? അറിയില്ല. രോഗം വന്നു പോകുമ്പോൾ നാം അറിയും. രോഗമേ വരാതിരിക്കുന്ന സമയത്ത് എത്രയോ തവണ രോഗം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. ദൈവത്തിൽ നാം വിശ്വസിച്ചുകൊണ്ടായിരിക്കുമ്പോൾ, ദൈവിക ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ നശ്വരമായ ലോകത്ത് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ പോരാട്ടങ്ങൾ ഉണ്ടാകും, വിഷമതകൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കഷ്ടതകൾ ഉണ്ടാകും, കണ്ണുനീരുണ്ടാകും, ഞെരുക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ ആശ്ലേഷിക്കുന്ന ദൈവമുണ്ട്, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമുണ്ട്, സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്, ബലപ്പെടുത്തുന്ന ദൈവമുണ്ട്. രോഗം വരികയാണെങ്കിൽ ആളുകൾ വിചാരിക്കും പാപം ചെയ്തുകൊണ്ടാണെന്ന്. അയ്യോ, നിനക്കും രോഗമുണ്ടായോ? നീ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ലേ? അതായത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പനി വരില്ലേ? വരികയില്ലേ? വരും. ക്യാൻസറും വരുവാനിടയാകും. വരില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പണ്ട് തൊട്ടേ പറയാറുള്ള കാര്യമാണ്, എന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ എന്തെങ്കിലും പാപം ചെയ്തിരിക്കാം. എന്തു പാപമാണോ ചെയ്തിരിക്കുന്നത്? ശരിയാണ്, പാപം കാരണം രോഗങ്ങൾ വരാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപം ഇല്ല എങ്കിലും കർത്താവ് നമ്മെ ശോധന ചെയ്യുന്നതിനായിട്ട് രോഗങ്ങൾ അനുവദിക്കാറുണ്ട്. അതുമാത്രമല്ല, ഈ കലുഷിതമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ശരിയായ ആഹാരം കഴിക്കാതിരുന്നാൽ, ശരിയായി വെള്ളം കുടിക്കാതിരുന്നാൽ, ശരിയായി സമയം പാലിക്കാതെ ഇരുന്നാൽ, ശരിയായി വിശ്രമം എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബലഹീനതകൾ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് സൗഖ്യം നൽകുവാനിടയാകും. നിന്നെ സൗഖ്യപ്പെടുത്തുന്ന യഹോവ ഞാനാകുന്നു. കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണെങ്കിൽ അത് എന്നേക്കുമുള്ളതായ സൗഖ്യമാണ്. നിങ്ങൾ മരുന്നും ഗുളികകളും ഉപയോഗിക്കരുത് എന്ന് ബൈബിളിൽ പറയുന്നില്ല. നിങ്ങൾ മരുന്ന് കഴിച്ചാലും ഡോക്ടർ സർജറി ചെയ്താലും ദൈവം സൗഖ്യമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുകയില്ല. ഡോക്ടർ കത്തികൊണ്ട് കീറും, തുന്നിക്കെട്ടും. അത് ഉണക്കുന്നത് ആരാണ്? ഡോക്ടർ അവിടെ കുത്തി നിന്നിട്ട് ഇസ്തിരിപ്പെട്ടി കൊണ്ടിട്ട് ഉണങ്ങ് 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 എന്ന് പറഞ്ഞ് വീശുമോ? ഒരിക്കലുമില്ല. കുത്തിക്കെട്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകും, 3-ാം ദിവസം വരാൻ പറയും. 3-ാം ദിവസം വന്ന് നോക്കുമ്പോൾ അത് ഉണങ്ങിയിരിക്കുന്നു. ആരാണ് ഉണക്കിയത്? ദൈവം ഉണക്കിയിരിക്കുന്നു. നീ കുടിച്ചതായ മരുന്ന് നിന്റെ ശരീരത്തിൽ കടന്ന് നിന്റെ രക്തത്തിൽ കലർന്നിട്ട് നിന്റെ ശരീരത്തിലുള്ളതായ ഇൻഫെക്ഷൻ എല്ലാം മാറ്റുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് മരുന്ന് കഴിക്കണം. ഗുളിക കഴിക്കുന്ന സമയത്തും പ്രാർത്ഥിച്ച് കഴിക്കണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മരുന്ന് കഴിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആരെങ്കിലും മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പാപിയാണ്, എന്നെ നോക്കൂ, വിശ്വാസത്തോടെ മരുന്ന് കഴിക്കാതെ ഇരിക്കുന്നു എന്ന് പറയും, അകത്ത് രോഗം കൂടിക്കൊണ്ടേയിരിക്കും. എന്താണ്? ചില രോഗങ്ങൾക്കത് കഴിയില്ല. സർജറി നടക്കേണ്ടതാണ്. നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം അഴുകിയിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റേണ്ടതാണ്. ഡോക്ടർമാരെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. അവർക്ക് ജ്ഞാനം കൊടുക്കുന്നത് ദൈവമാണ്. ദൈവം ഈ കാലത്ത് തന്റെ സൗഖ്യം അനേക രീതിയിൽ കൂടെ ചെയ്യാനിടയാകും.
അവൻ നിനക്ക് സൗഖ്യം നൽകും. നിന്റെ ലക്ഷ്യം അവന്റെ മേലായിരിക്കണം. ദയവചെയ്ത് കണ്ണുകൾ അടയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. കർത്താവിലേക്ക് നോക്കുക. കർത്താവ് നിങ്ങളുടെ നേരെ കരങ്ങൾ നീട്ടി അവിടെ നിൽക്കുകയാണ്. യേശു നിനക്ക് വേണ്ടി ആണിപ്പഴുതേറ്റ തന്റെ കരങ്ങൾ നീട്ടി നിന്നെ പിടിക്കുകയാണ്. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഈ സമയത്ത് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദി കരയറ്റുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി കരയറ്റുകയാണ്. നീ സ്നേഹിച്ചതായ, നീ അനുഗ്രഹിച്ചതായ എഫ്രൈം ആയിരിക്കുന്നതായ ഞങ്ങൾ എത്രയോ തവണ തെറ്റിപ്പോകുവാനിടയായി. കർത്താവേ, നിന്നെ ഞങ്ങൾ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, നിന്നെ വിട്ടകന്നിട്ടുണ്ട്. ഞങ്ങളെ നേരെയാക്കുന്നതിനായിട്ട്, ഞങ്ങളെ ക്രമീകരിക്കുന്നതിനായിട്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് നഷ്ടമായതെല്ലാം ഞങ്ങൾക്ക് തിരികെ നൽകുന്നതിന് വേണ്ടി ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ നടത്തിയതിനായിട്ട് നിനക്ക് നന്ദി കരയറ്റുന്നു. ഈ സമയത്ത് സ്വർഗീയ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ നീ അയക്കുമാറാകണമേ ദൈവമേ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മാലിന്യമെല്ലാം കഴുകപ്പെടുവാൻ നീ സഹായിക്കുമാറാകണമേ. ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടി, പുതിയ ജീവിതത്തിന്റെ അനുഭവത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ, കണ്ണുനീർ തുടയ്ക്കപ്പെട്ട ആളുകളായിട്ട്, ആശ്വാസം ലഭിക്കപ്പെട്ട ആളുകളായിട്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പുതിയ തീരുമാനം എടുത്ത ആളുകളായിട്ട് ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കടന്നു പോകുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ. എല്ലാ രോഗങ്ങളെയും നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുകയാണ് പിതാവേ. ഉദരഫലമില്ലാതിരിക്കുന്ന മക്കൾക്ക് യേശുവിന്റെ നാമത്തിൽ ഉദരഫലം ഉണ്ടാകുമാറാകട്ടെ. കടഭാരത്തിൽ, ബുദ്ധിമുട്ടുകളിൽ, ഞെരുക്കത്തിൽ, രോഗത്തിൽ ആയിരിക്കുന്ന സകല വ്യക്തികളെയും ഈ ദിവസം നീ കണ്ടതിനായിട്ട് നന്ദി കരയറ്റുന്നു. നീ തൊട്ടതിനായിട്ട് നന്ദി കരയറ്റുന്നു. നീ സൗഖ്യപ്പെടുത്തിയതിനായിട്ട് നന്ദി കരയറ്റുന്നപ്പാ. നിന്റെ അനുഗ്രഹത്താൽ, നിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെല്ലാം അയക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും, നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.